ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുക സ്വാഭാവികമാണ്. ക്ലേശങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ക്ലേശങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്കുണ്ടാവുക? അതിന് ഒരു കവി പറയുകയാണ്: ശോകത്തിനന്ത്യം ഭവിക്കുന്നതെപ്പോൾ, ഭോഗത്തിലാസക്തി പോയിടുമ്പോൾ. ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ, ദേഹത്തിൽ ഞാൻ ബുദ്ധിമാനിടുമ്പോൾ. ശോകത്തിനന്ത്യം ഭവിക്കുന്നതെപ്പോൾ, നമ്മുടെ ശോകത്തിന്, നമ്മുടെ ദുഃഖത്തിന് അന്ത്യം ഭവിക്കുന്നത് എപ്പോഴാണ്? അന്ത്യം ഭവിക്കണമെങ്കിൽ ഭോഗത്തിൽ ആസക്തി പോകണം. ഭോഗത്തിലുള്ള ആഗ്രഹം പോയാൽ മാത്രമേ ശോകത്തിന് അന്ത്യം വരികയുള്ളൂ. അപ്പോൾ ശോകമുണ്ടാകാൻ എന്താണ് കാരണം? ഭോഗത്തിലുള്ള അത്യാസക്തി തന്നെയാണ്. ഭോഗത്തിൽ ആസക്തി, ഭോഗം എന്നാൽ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖകാംക്ഷ. ഇന്ദ്രിയങ്ങളിൽ കൂടി നാം എത്ര കണ്ട് സുഖത്തെ കാക്ഷിക്കുന്നുവോ അത്ര കണ്ട് നമ്മൾ ദുഃഖിതരും അസ്വസ്ഥരുമായിരിക്കും. അതിനാൽ ഇന്ദ്രിയാതീതമായ ആ പരമചൈതന്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാവുന്നു. അതിനുശേഷം ആ ഇന്ദ്രിയങ്ങളെ നാം നിയന്ത്രണ വിധേയമാക്കി വിഷയങ്ങളിൽ നിന്നും, അതായത് ലോകവിഷയങ്ങളിൽ നിന്നും അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിച്ച് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. നാം ഇന്ന് അനുമാനിക്കുന്നത് പോലെയുള്ള അവസ്ഥയിൽ നിന്നും എത്രയോ വിഭിന്നമായ ഒരവസ്ഥയാണ് മനസ്സ് തൻ്റെ സ്വസ്ഥാനത്ത് ഒരു ലയം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനാൽ ഈ എല്ലാ തരത്തിലുള്ള ശോകത്തിനും അന്ത്യം ഭവിക്കണമെങ്കിൽ ഭോഗാസക്തി കുറഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ, ഈ ഭോഗത്തിൽ ആസക്തി നമുക്ക് എപ്പോഴാണ് ഇല്ലാതെയാകുന്നത്? ദേഹത്തിൽ ഞാൻ ബുദ്ധിമാനിടുമ്പോൾ. ഞാൻ എന്നത് ഈ ദേഹം അല്ല എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു വാർത്ത കണ്ടു. ഒരു പെൺകുട്ടി, 26 വയസ്സായ ഒരു പെൺകുട്ടി 16 വർഷമായി ആഹാരവുമില്ല ജലവുമില്ലാതെ ജീവിക്കുന്നു. ഒരു ക്ഷീണവുമില്ല, ശരീരത്തിന് ശോഷണവുമില്ല. ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ആഹാരത്തിൻ്റെ ഒരംശവും അതിൻ്റെ ശരീരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് ജനിച്ച് ഏകദേശം ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആഹാരം കഴിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. ആഹാരത്തിൽ ഒട്ടും താല്പര്യമില്ല. 10ാമത്തെ വയസ്സിൽ അത് ഒരു മഞ്ഞ നിറത്തിലുള്ള പയറുവർഗം കഴിച്ചതായിട്ട് അതിന് ഓർമ്മയുണ്ട്. പിന്നീട് ആഹാരമേ അത് കഴിച്ചിട്ടില്ല. 10 വയസ്സ് വരെ അല്പം മടുപ്പോടുകൂടി മാത്രമാണ്. അപ്പോൾ ആഹാരം കഴിക്കുക എന്നത് അതിൻ്റെ ജീവിതത്തിൽ മനസ്സാഗ്രഹിക്കുന്നേയില്ല. ആഹാരമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദേഹം നിലനിൽക്കും എന്നല്ലേ നാം പഠിച്ചിരിക്കുന്നത്. പക്ഷേ ആഹാരമോ ജലമോ ഇല്ല അതിന്. എന്നാൽ ശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്വാസമുണ്ട്. അപ്പോൾ വായുവിനെ കൊണ്ട് മാത്രമാണ് അത് ജീവിക്കുന്നത്. പിന്നെ ഒരു ആഹാരം കഴിക്കാത്ത വേറെ ഒരാളുണ്ട്, ഹിറാചന്ദ് എന്ന് വേറെ ഒരാൾ. 400 ദിവസം ആഹാരം ഒന്നും കഴിക്കാതെ, പക്ഷെ അപ്പോഴൊക്കെ 1-2 ലിറ്റർ വെള്ളം അദ്ദേഹം കുടിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴും ആ ജീവനെ നിലനിർത്താൻ ജലം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം സൂര്യനിൽ നിന്നും കിട്ടും. പക്ഷെ അത് നേരിട്ട് വലിച്ചെടുക്കാനുള്ള ശക്തി നാം ആർജിച്ചിട്ടില്ല. എന്നാൽ അത് ചെറുപ്പം മുതലേ നാം ശീലിക്കുകയാണെങ്കിൽ, ഊർജമാണല്ലോ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നത്. ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം നേരിട്ട് സൂര്യനിൽ നിന്നും എടുക്കുകയാണെങ്കിൽ
അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. ഈ പെൺകുട്ടിക്ക് 26 വയസ്സായി, 16 വർഷം വരെ ആഹാരമോ ജലമോ അത് കഴിക്കുന്നില്ല. പിന്നെ അത് ശ്വസിക്കുന്നു. എന്നാൽ അത് വിവാഹം ചെയ്തു, അതിന് കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് വേണ്ട ഇഞ്ചക്ഷനിലൂടെയാണ് കുട്ടിക്ക് വേണ്ട സംരക്ഷണം കൊടുത്തത്. അത് അവരുടെ ഡോക്ടർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കണം. ഏതായാലും ഒരു അത്ഭുത പ്രതിഭാസമാണ് ആഹാരവും ജലവുമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വ്യക്തിയെ ആധ്യാത്മികമായ നിലയിൽ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്താൻ ആ സ്ത്രീക്ക് കഴിയുമായിരുന്നു. അതിനുള്ള ഒരു വിദ്യ, അല്പമായ ഒരു വിദ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കാൻ എളുപ്പമുണ്ട്. ഈ ആഹാരത്തിന് വേണ്ടിയാണ് നാം ഇവിടെ അലയുന്നത് മുഴുവനും. ആ ആഹാരം നമുക്ക് വേണ്ടെങ്കിൽ പിന്നെ അലച്ചിൽ ആത്മാവിനെ അറിയാൻ ആകാം. അപ്പോൾ അത് വളരെ വേഗത്തിൽ അറിയാനും സാധിക്കുന്നതാണ്. ആഹാരത്തിന് വേണ്ടിയല്ല, ആത്മാവിനെ അറിയാനായിരിക്കണം നാം അലയുന്നത്. അതിന് ദേഹമാണ് തടസ്സമായിരിക്കുന്നത്. എന്നാൽ ദേഹം പോയാൽ അത് സാധിക്കുമോ? ഇല്ല. ദേഹമുള്ളപ്പോൾ വേണം, ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ വേണം ആ പരമ സത്യത്തെ അറിയാൻ. ദേഹം ഞാനാണെന്ന ബുദ്ധി മാഞ്ഞാൽ മാത്രമേ നമ്മുടെ എല്ലാ ശോകത്തിനും അന്ത്യമുണ്ടാകൂ. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, എന്നാൽ ദേഹം പാടെ ഇല്ലാതെയാകലാണല്ലോ മരണം കൊണ്ട് സംഭവിക്കുന്നത്. മരിച്ചാൽ എല്ലാവരും സുഖത്തിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നാം സുഖത്തിലാണെങ്കിൽ, സുഖം ഉണ്ടാകത്തക്ക കർമ്മ സംസ്കാരങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ മരണശേഷവും സുഖമായിരിക്കും. എന്നാൽ ഇവിടെ നാം ദുഃഖിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തി മരണശേഷവും അതേ അനുഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് നാം ഈ കർമ്മങ്ങളെ നന്നാക്കേണ്ടതും നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയേണ്ടതും. നാം ഈ ദേഹമല്ല എന്ന സത്യം ബോധിച്ചാൽ മാത്രമേ നമുക്ക് ശോകത്തിന് അന്ത്യം വരികയുള്ളൂ. ദേഹം നമ്മളല്ലെങ്കിൽ പിന്നെ നാം ആരാണ്? നാം ആ സർവൈശ്വരൻ തന്നെയാണ്. ഓരോരുത്തരും, എല്ലാവരും അത് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അതറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ശോകത്തിനന്ത്യം ഭവിക്കുന്നതെപ്പോൾ? ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ? ദേഹത്തിൽ ഞാൻ ബുദ്ധി മാഞ്ഞിടുമ്പോൾ.